కాంగ్రెస్ నేత కేసీ వేణుగోపాల్ మాట్లాడుతున్నారు. ప్రత్యక్ష ప్రసారం ద్వారా చూద్దాం. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസാ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ സംശയം? എന്താ സംശയം? ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എന്റെ ഭാഗത്തുണ്ടാവും. മുതിർന്ന പദവിയിലേക്കൊക്കെ വരും എന്ന വാഗ്ദാനവും മറ്റോ ഉണ്ടോ? അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, അത്തരം പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറിയുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും തീരുമാനമെടുക്കാൻ. ആ തീരുമാനം എടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനം എടുത്തു. അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത്. From Kerala only. Ma'am, Shapath Grahan kab hoga ya? That is not yet been finalized. That is what I am saying, that there are a lot of formalities. We have to decide many things. Let us reach there and meet the MLAs and we will obviously formulate. Criteria kya raha selection ka 10-11 kya criteria raha to be sufficient? We have authorized CP and Rahul ji. Whatever decision they have given, we have just only, I have said that. राज्यपाल से मिलने एमएलएस का सपोर्ट बताया जा रहा था कि केसी वेणुगोपाल के पास सबसे ज्यादा एमएलएस का सपोर्ट था. 45 एमएलए केसी वेणुगोपाल के साथ थे. Decision has been made. Whatever decision High Command has taken, we all stand with that. കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണ്. എത്ര 10-45 വർഷമായില്ല. ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വീണതാണോ? എത്രയോ വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കടന്നാക്രമണത്തിൽ ഭയന്നോടുന്നവരാണോ നമ്മളെല്ലാം? ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ. അവർക്ക് ആക്രമിക്കുന്നവർക്ക് അത് സധൈര്യം തുടരാം. പക്ഷെ എന്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എന്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് അങ്ങ് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിരാശയിലാണ്. അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അവർക്ക് എന്റെ ശൈലി അവർക്ക് നന്നായിട്ട് അടിയുറച്ച പാർട്ടിക്കാരനാണ്. എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പാർട്ടിക്കുപരിയായിട്ടുള്ള ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞു. അല്ല, ഇന്നത്തെ ദിവസങ്ങളിലും അങ്ങനെ ഒന്ന് കുത്തി ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ കുറെ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരും, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിന്റെ പ്രയാസമുണ്ട്. അവിടെ ഇന്ന് ഇത് ചോദിക്കുന്നത്, ഇപ്പൊ BJP ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു, ഈ ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു? അങ്ങനെ സമ്മർദ്ദത്തിന് BJPയുടെ ആക്ഷേപമൊക്കെ വെറുതെ വൃഥാവിലുള്ള ആക്ഷേപം. BJPയുടെ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറയുന്നത്, അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിലേ അവർക്കുള്ളൂ. അവർക്ക് വേറെ എന്താ ആക്ഷേപമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ, അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. പിന്നെ നല്ല ചോദ്യം. Now the final decision having come.
और यहाँ पे अनाउंसमेंट घोषणा कर दी गई है। दीपादास मुंशी जी, मुकुल वासनिक जी और मैं, हम तीनों वहाँ पे जाएंगे। राज्यपाल से मिलने का समय मांगा है सर? वो सब होगा ना, अभी तो सब होगा। थैंक यू। ठीक है। पूरी केवल फंसी कैसे What do you like to say? 2 hours meeting was held with Rahul Gandhi, Priyanka Gandhi. Rahul, What was the decision, sir? they both of them are discussing about the situations and the decision-making process. How they called me and they asked me my opinion, and we are all discussed with that. There were several posters also installed at AICC, NSUI. Supporters wanted you to be the chief minister. Many MLAs wanted you, more than 40 plus. What would you like to say? I'm thanking for the MLAs, party workers, party functionaries for that support they have given to me. But finally, party took a decision. As a sincere congressman, we are all behind the party Will you decision. be going to Kerala? Certainly, So your name was coming up first during the entire race. Why do you think DD was chosen in the end? So okay, when you will thank be you. going to Kerala, sir? So when will you be going to no, Kerala? no, What no would you like to individual. say? No individual. Sir, would you like to thank party kind of non-party kind of response? కేరళ ముఖ్యమంత్రిగా బీడీ సతీశన్ను కాంగ్రెస్ అధిష్టానం ప్రకటించింది. ఎన్నికల ఫలితాలు విడుదలైన 11 రోజులకు ఎన్నో మల్లగుల్లాలు పడిన తరువాత సీఎం పేరును కాంగ్రెస్ ప్రకటించింది. అంతకుముందు కేసీ వేణుగోపాల్, బీడీ సతీశన్ మధ్య పోటీ నెలకొంది. ఇరు వర్గాలు తమ వారికే సీఎం పదవిని ఇవ్వాలని పట్టుబట్టాయి. దీంతో కాంగ్రెస్ అధిష్టానం తీవ్ర చర్చలు జరిపింది. బుధవారం కూడా ఢిల్లీలో కాంగ్రెస్ అధ్యక్షుడు మల్లికార్జున ఖర్గే, రాహుల్ గాంధీ సమావేశమై సుదీర్ఘంగా చర్చలు జరిపారు. And with me, Mukulji and Ajayji both are coming. So we have called all the MLAs in the evening, and we will do. There are a lot of formalities. We have to do that. So let me go there, and if there is anything, we will answer from Kerala only. Ma'am, शपथ ग्रहण कब होगा? That is not yet been finalized. That is what I am saying, that there are a lot of formalities. We have to decide many things. Let us reach there and meet the MLAs, and we will obviously formulate. क्राइटेरिया क्या रहा सिलेक्शन का? 10-11 क्या क्राइटेरिया रहा? बीडी सतीशन We have authorized CP and Rahulji. Whatever decision they have given, we have just only, I have said that. राज्यपाल से मिलने का समय एमएलए मांगा का है सपोर्ट क्या? बताया जा रहा था कि केसी वेणुगोपाल के पास सबसे ज्यादा एमएलए का सपोर्ट था। 45 एमएलए केसी वेणुगोपाल के साथ थे। फिर Decision has been made. Whatever decision High Command has taken, we all stand with that. Okay, madam. Thank you.